സാമിരിന്റെ പ്രതികരണം അതാണ്, ബസർതു ബിമാ ലം യബ്സുറു ബിഹി ഫഖബത്തു ഖബ്ലത മിൻ അസരി റസൂലി ഫനബത്തുഹാ വകദാലിക സവ്വലത് ലി നഫ്സി. എല്ലാ തഫ്സീറുകളിലും ഏറെക്കുറെ പറയപ്പെട്ടത് എന്താണ്? ഞാൻ സാമിരിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഈ സാമിരി ആരി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, സാമിരിയെക്കുറിച്ച് കുറേ കഥകളുണ്ട്. സാമിരി ഇസ്രായേലിയനാണോ, അതല്ല സാമിരി ഗബ്തിയാണോ, അതല്ല സാമിരി പേർഷ്യയിൽ നിന്ന് ആഗതനായ കർമാൻ ദേശത്തുകാരനായ ഒരു വ്യക്തിയാണോ എന്നിട്ട് സാമിരിൻ്റെ കുറച്ച് വിഷയം പറഞ്ഞല്ലോ. സാമിരിയെ ജിബ്രീൽ വളർത്തി എന്നൊരു കഥ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജിബ്രീലിനെ കുറിച്ച് സാമിരിക്ക് അറിയാം. അതുകൊണ്ടാണ് ജിബ്രീൽ പോയടുത്തുള്ള ഈ അസർ കണ്ടിട്ട് എന്ത് ചെയ്തത്, അത് വാരിയത് എന്നാണ്. ഇതൊക്കെ ഇസ്രായേലി കഥകളാണ്. ഇസ്രായേലി കഥകളെ അപേക്ഷിച്ച് തഫ്സീറുകൾ പറയുന്നതനുസരിച്ച് ജിബ്രീൽ പോയയിടത്ത് നിന്ന് എന്ത് ചെയ്തു, ഒരു പിടി വാരി സാമിരി ഈ ആഭരണങ്ങൾ ഒരുക്കുന്നിടത്തേക്ക് ഇട്ടു. അപ്പോഴാണ് അതൊരു കാളക്കുട്ടിയായിട്ട് പരിണമിച്ചത്. പിന്നെയാണ് അതിനെ ആരാധിക്കുകയുണ്ടായത് എന്നാണ്. എന്നാൽ ഈ തഫ്സീറിന് നേരെ വ്യത്യസ്തമായിട്ട് ചില തഫ്സീർ ഫഖ്റുദ്ദീൻ റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ, അതേപോലെ സമഖ്ശരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഒക്കെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ആ വ്യാഖ്യാനം അവർ സ്വീകരിച്ചത് അബു മുസ്ലിം മുഹമ്മദ് ബിൻ ബഹർ അൽ അസ്ഫഹാനി എന്ന മുഫസ്സിറിൽ നിന്നാണ്. ഈ അബു മുസ്ലിം അൽ അസ്ഫഹാനി അദ്ദേഹം ഒരു മുഅ്തസിലി ചിന്തയാണ്. സംഭവം റാസിയും ആദ്യകാലത്ത്, അതേപോലെ തന്നെ സമഖ്ശരി മുഅ്തസിലിയാണ് പറ്റേ. ഏതായാലും അവർ അങ്ങനെയുള്ള തഫ്സീറുകളിലാണ് ഈ ഒരു അഭിപ്രായം ഉള്ളത്. ഈ അബു മുസ്ലിം മുഹമ്മദ് ബിൻ അൽ ബഹർ അൽ അസ്ഫഹാനി അദ്ദേഹം 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മരിച്ച ആളാണ്. 3-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജീവിച്ച ആളാണ്. അദ്ദേഹത്തിനും ഒരു മജ്മഉ തഅ്വീൽ നട്ടു മുമ്പ് തഫ്സീറുണ്ട്. മജ്മഉ 14 വാള്യത്തിലാണ് തഫ്സീർ. ഗംഭീരമായ തഫ്സീറാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞതായിട്ട് റാസി എടുത്തു കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ സമഖ്ശരി കൊടുക്കുന്നുണ്ട്. എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഈ പറയപ്പെട്ടതൊന്നും എന്നോടൊന്നും ടച്ചാകാത്ത തഫ്സീറാണ്. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ബസർതു ബിമാ ലം യബ്സുറു ബിഹി എന്ന് പറഞ്ഞെങ്കിൽ കണ്ടു നോക്കി എന്നുള്ളതല്ല, പിന്നെ ഞാൻ അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി എന്നുള്ളതാണ്. ബസറ എന്നുള്ളതിന് അങ്ങനെ അർത്ഥമുണ്ട്. ബസർതു ബിമാ ലം യബ്സുറു ബിഹി, സാമിരി പറയുകയാണ് ആളുകൾ പഠിക്കാത്തത് ഞാൻ പഠിച്ചു മനസ്സിലാക്കി. ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ, റസൂലിൻ്റെ അസറിൽ നിന്ന് ഞാൻ അല്പം സ്വീകരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ റസൂൽ ഇവിടെ ജിബ്രീലല്ല, പിന്നെയോ റസൂൽ ഇവിടുത്തെ റസൂൽ ആരാണ്? മൂസയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസറിൽ നിന്ന്. അസർ എന്തിനു പറയും? ഇപ്പം നമ്മൾ അസർ എന്ന് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അസറുകളില്ലേ, സുന്നത്തുകൾക്ക് അസർ എന്ന് പറയും. അസറുർ റസൂൽ എന്ന് പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ അസർ എന്ന് പറഞ്ഞ വാക്കുകൾ, പ്രവൃത്തികൾ, തിരിച്ചര്യകളാണ്. അപ്പോൾ ഇവിടെ റസൂൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അസർ എന്ന് പറഞ്ഞെങ്കിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അസർ എന്ന് പറഞ്ഞാൽ സുന്നത്തുകൾ, ചര്യകൾ. അപ്പോൾ ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ, റസൂലിൻ്റെ ചര്യകളിൽ നിന്ന് ചിലത് ഞാൻ സ്വീകരിച്ചു, റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ചിലത് ഞാൻ സ്വീകരിച്ചതാണ്. ഖബൽതു ഖബ്ലതൻ, അവിടെ ഒരു പിടി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഖബ്ദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കണീനാ പറയാം അല്ലേ? ഹദീസിലൊക്കെ അങ്ങനെയല്ല വന്നിട്ടുള്ളത്. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മ ഖലഖല്ലാഹു ആദമ ഖബദ ഖുബ്ലതൻ മിനൽ അർദ് എന്നാണ്. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി മൊത്തത്തിൽ എല്ലായിടത്തു നിന്നും ഒരു ഖബ്ലത്ത് എടുത്തു എന്നാണ്. അതിൽ ഖുബ്ലത്ത് എന്നാണ്, ഒരു പിടി എടുത്തു എന്നുള്ളതാണ്. എന്നിട്ടാണ് ചെയ്തത് അതിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ആദം സന്തതികളിൽ എന്തുണ്ടായതെന്നാണ്, അസ്വദും അഹ്മറും അബിയദും സഹലും ഹസനും ഒക്കെ ഉണ്ടായത് എന്ന് ഹദീസിൽ കാണാം. അവിടെ ഖബദ പിടുത്തം, ഒരു പിടി എടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറെ ഹദീസുകളിൽ കാണാം ഫഖാമ ഫീ ഖബ്ദത്തി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ഖബ്ദത്തിൽ അയാൾ എഴുന്നേറ്റ് നിന്നു എന്നാണ്. ഒരു വ്യക്തി മരിച്ചപ്പോൾ മക്കളോട് വസിയത്ത് ചെയ്തില്ല, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചുട്ട് കരിച്ച് ഭസ്മമാക്കിയിട്ട് പകുതി കടലിലും പകുതി കരയിലും ശക്തമായ കാറ്റുള്ള ദിവസം വിതരണം എന്ന് പറയുന്നുണ്ട്. അതെന്തിന്? ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പഠിച്ചവൻ്റെ ശിക്ഷയെ ഭയന്നിട്ട് മക്കളോട് പറയുന്നത്. പക്ഷെ അയാളെ മക്കൾ അങ്ങനെ ചെയ്തു വാപ്പാൻ്റെ വസിയത്ത് പ്രകാരം. പക്ഷെ അള്ളാഹുവിൻ്റെ ആ ഹദീസിൽ കാണാം ഫഖാമ ഫീ ഖബ്ലത്തിൽ, അള്ളാൻ്റെ ഖബ്ലത്തിൽ അയാൾ എഴുന്നേറ്റു എന്നാണ്, അള്ളാൻ്റെ പിടുത്തത്തിൽ. അള്ളാൻ്റെ കയ്യിൽ അദ്ദേഹം വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേറ്റു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഖശിയത്തക യാ റബ്ബ്, റബ്ബേ നിന്നെ പേടിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് മാപ്പ് കൊടുത്ത വിഷയം. അവിടെയൊക്കെ ഖബ്ലത്ത് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും ഇതാണ് നമ്മുടെ കൈക്കുമ്പിലുള്ള ഒരു പിടി എന്നുള്ള അർത്ഥത്തിൽ. ആ അർത്ഥമല്ല ഇവിടെ അബു മുസ്ലിമുൽ അസ്ഫഹാനി പറഞ്ഞത് ഫഖബൽതു ഖബ്ലതൻ മിൻ അസരി റസൂൽ, റസൂലിൻ്റെ ചര്യയിൽ നിന്ന് കുറച്ച് ഞാൻ സ്വീകരിച്ചു, ചിലത് ഞാൻ സ്വീകരിച്ചു.
ഫനബത്തുഹ, സ്വീകരിച്ചത് ഞാൻ എന്ത് ചെയ്തു? നബത്തുഹ പറഞ്ഞാൽ ഞാൻ മൂസയുടെ ചര്യയിൽ നിന്ന്, മൂസ കൊണ്ടുവന്ന ആദർശത്തിൽ നിന്ന് ഒരു പിടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഫനബത്തുഹ, ഞാൻ എന്ത് ചെയ്തു? അത് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഒഴിവാക്കി. അത് തന്നെ ഞാൻ വിഗണിച്ചു, ഒഴിവാക്കി. വകദാലിക സവ്വലത് ലീ നഫ്സി, ഇപ്രകാരമാണ് എനിക്ക് എൻ്റെ മനസ്സ് തോന്നിപ്പിച്ചത്. എന്തിനാ മൂസയിൽ നിന്ന് കുറച്ച് സ്വീകരിച്ചത്? എന്തിനാണ് ആ സ്വീകരിച്ചത് വിഗണിച്ചത്, ഒഴിവാക്കിയത്? സവ്വലത് ലീ നഫ്സി, എൻ്റെ നഫ്സ് അങ്ങനെ എനിക്ക് തോന്നിപ്പിച്ചു തന്നു, അലങ്കരിച്ചു തന്നു, അതുകൊണ്ട് ഞാനത് ചെയ്തു. അപ്പോൾ അവിടെ ഈ പിടി പിടിച്ചത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന ഹദിയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് മൂസേനെ അള്ളാഹുവാണ് ഇലാഹി എന്നുള്ള വിഷയമാണ്. അള്ളാഹുവാണ് ഇലാഹി എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷെ ഫനബത്തുഹ, അതിനെന്ത് ചെയ്തു? ആ സ്വീകരിച്ചതിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തു? ആഭരണങ്ങൾ കൊണ്ട് കാളക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? ഇതാണ് ഇലാഹ്, ഇലാഹുക്കും ഇലാഹു മൂസ എന്ന് ഞാൻ എന്ത് ചെയ്തു? പറഞ്ഞു. മൂസയിൽ നിന്ന് അലൈഹിസ്സലാം ആകെ സാമിരി സ്വീകരിച്ചത് എന്താണ്? ഈ ഒരു വിഷയമാണ്. അത് തന്നെ പിന്നെ എന്ത് ചെയ്തു? പിന്നെ അത് ഒഴിവാക്കി. വകദാലിക സവ്വലത് ലീ നഫ്സി, എൻ്റെ നഫ്സ് എനിക്ക് അങ്ങനെ അലങ്കരിച്ചു തന്നു, തോന്നിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ ഒരു തൗഹീദും കൂടി വലിച്ചെറിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ കാളക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് ആളുകളെ ക്ഷണിച്ചത്, അതിനെ ആരാധിച്ചത് എന്നാണ് പറഞ്ഞത്.